ഹലോ സലാം. ഇപ്പം വിൻ്ററൊക്കെ ഏകദേശം അവസാനിക്കാറായി. അപ്പം ഇന്നിപ്പം നല്ലൊരു മഞ്ഞുവീഴ്ചയാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സീസണിലെ ലാസ്റ്റ് മഞ്ഞുവീഴ്ചയായിരിക്കും ഇത്. ചെറുതായിട്ട് മഞ്ഞ് വീഴുന്നുണ്ട്. നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇത് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ സൈഡ് തന്നെയാണ്. ഞങ്ങളിത് ഈ ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ നല്ലൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബഹളമോ ഒച്ച എനക്കൊന്നും ഉണ്ടാവാറില്ല. പൊതുവേ സൈലൻ്റ് ആയിരിക്കും. എന്താ ഇപ്പുറം സൈഡ് നല്ല കാടാണ്. ഇപ്പം ഇത് കാടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാത്തതോ മരങ്ങളിൽ ഒറ്റ ഇലയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. കേട്ടോ നല്ല രസമില്ലേ കാണാനായിട്ട്. ഇവിടെ പൊതുവെ ഒറ്റ വീടുകളാണ്, ഫ്ലാറ്റുകൾ കുറവാണ്. ഇതാ ഇതുപോലെ ഒറ്റ വീടുകളാണ്. ഇതൊരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറിയിലെ വീടുകളെ കുറിച്ചാണ് കേട്ടോ. നേരത്തെ കാണിച്ച വീഡിയോ ക്ലിപ്പ് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ സൈഡായിരുന്നു. ഞാനതൊരു വീക്ക് മുന്നേ എടുത്താണ്. ഇതിപ്പം സംഗിക്കുക എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ഫേമസ് യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള ഒരു ഏരിയ ആണ്. ഇവിടേക്ക് ഞങ്ങൾ വീട് നോക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ ഒന്ന് വീട് നോക്കാൻ വന്നിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് വരുന്ന ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. ഇവിടെ പോസ്റ്റ് ഡോക്ക് ചെയ്യാൻ വരുന്നതാണ്. നമ്മൾ ഏജൻസി വഴിയാണ് ഈ റൂമുകളൊക്കെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുകയാണ് ഏജൻസിയിലേക്ക് പോകാനായിട്ട്. അതായത് ഇവിടെയൊക്കെ നിറയെ ഇതുപോലത്തെ വലിയ ബിൽഡിങ്ങുകളാണുള്ളത്. നമ്മൾ പക്ഷേ ഇങ്ങനത്തെ ഫ്ലാറ്റുകളെല്ലാം നോക്കുന്നത് ചെറിയ 3-4 നിലയുള്ള ചെറിയ ബിൽഡിങ്ങുകളിൽ സിംഗിൾ റൂമാണ് നോക്കുന്നത്. ഇതാണ് പുതുങ്സാൻ. പുതുങ്സാൻ എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ഏജൻസികളാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നമ്മൾ റൂം റെൻറ്റിനൊക്കെ നോക്കുന്നത്. ഇതുപോലെയുള്ള സെൻറ്ററുകളിൽ 4 സൈഡിലും റോഡിൻ്റെ 4 സൈഡിലും ഇതുപോലെയുള്ള ഏജൻസികൾ ഉണ്ടാവും. നമ്മളവിടെ പോയിട്ട് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള റൂമുകൾ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ കൊണ്ടുപോയിട്ട് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം കാണിച്ചു തരും. അപ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ളതായി ഈ പുതുങ്സാനിൽ കയറിയിട്ടുള്ളതാണ്. അവർ കാർഡ് മേടിച്ചത്. ഇത് അപ്പോൾ അവർ ഏജൻറ്റ് നമ്മളെ ഇങ്ങനെ ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ഈ വീടാണ് കാണാൻ പോകുന്നത്. ഇതൊരു സെമി അണ്ടർഗ്രൗണ്ട് ടൈപ്പ് വീടാണ്. അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കുറച്ചൊന്ന് താഴ്ന്നിരിക്കുന്ന വീടാണ്. ഒരു 2 സ്റ്റെപ്പ് താഴെ ഇരിക്കുന്ന വീട്. ഫുൾ അണ്ടർഗ്രൗണ്ട് അല്ല. ഫസ്റ്റ് ഫ്ലോർ പോലെയാണ്. ഇതാ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ചെറിയ അടുക്കളയാണ്. ഇവിടെയെല്ലാം ഓപ്പൺ ആയിട്ടുള്ള ഇതുപോലെയുള്ള കിച്ചൺ ആയിരിക്കും. പിന്നെ സൈഡിലൊരു ചെറിയ ഫ്രിഡ്ജ്, മൈക്രോവേവ്, ഗ്യാസ് സ്റ്റോപ്പ് ഉണ്ട്, ഗ്യാസ് ഉണ്ടാവും. അതുപോലെ ഒരു ഫുള്ളായിട്ടുള്ള വാർഡ്രോബും വാഷിംഗ് മെഷീനും ഉണ്ട്. വാഷിംഗ് മെഷീനും കിച്ചണിൽ തന്നെയാണ് ഉണ്ടാവുക. ഇതുപോലെ ഒരു വലിയ വാർഡ്രോബ് ഉണ്ട്. ഇതൊക്കെ ഈ അടുത്ത് ചേഞ്ച് ചെയ്തതാണെന്നാണ് പറഞ്ഞത് കേട്ടോ ഇവർ. അത് കാരണം ഇതെല്ലാം കുറച്ച് പുതിയതുപോലെ ഇരിക്കുന്നത്. ബിൽഡിങ് പക്ഷേ കുറച്ച് പഴയതാണ്. ഈ ഇവിടെയായിട്ടൊരു മിററും ഉണ്ട്. പിന്നെ റൂം സെപ്പറേറ്റാണ്. ഇതൊരു ഷൂറാക്കാണ്. ഇവിടെ ഹീറ്റിങ്ങിനുള്ള സിസ്റ്റം ഉണ്ടാവും. ഇതാണ് സെപ്പറേറ്റ് ഒരു റൂമുണ്ട്. അതിൻ്റെ അകത്ത് ബെഡുണ്ട്. അതിങ്ങനെ മടക്കി വെച്ചിരിക്കുന്നതെന്നുള്ളൂ. പിന്നെ ഇതുപോലെ ഒരു സ്റ്റഡി ടേബിളും ഉണ്ട്. ഇതാണ് ഒരു നോർമൽ ബഡ്ജറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കൊറിയയിലുള്ള സിംഗിൾ റൂമുകൾ, സ്റ്റുഡിയോ റൂമുകൾ ഇങ്ങനെയായിരിക്കും. അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ടോയ്ലറ്റും കൂടി ഉണ്ട്. കൊറിയയിലെ ലൈഫ് സ്റ്റൈലും വീടുകളും നമ്മളൊക്കെ വന്നാൽ ഇങ്ങനെ താമസിക്കുക എന്നുള്ളതൊക്കെ കാണാനായിട്ട് ഒരുപാട് പേർക്ക് ആകാംക്ഷയുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പം ഇതായിരുന്നു നമ്മൾ കണ്ട റൂം. ഫസ്റ്റ് നമുക്കിതാണ് കാണിച്ചു തന്നത്. സെമി അണ്ടർഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ അത്ര താഴെയല്ല. പക്ഷേ ഇതിൻ്റെ റെൻറ്റ് വരുന്നത് മാസം 16,000 രൂപയാണ്. അതേപോലെ ഡെപ്പോസിറ്റ് കൊടുക്കണം. അതൊരു 1,30,000 1,30,000 രൂപ ഡെപ്പോസിറ്റും കൊടുക്കണം ഈ ഒരു സെമി അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള വീടിന്. ഇതൊരു സാധാരണ നോർമൽ റേറ്റാണ്, ഏറ്റവും കുറഞ്ഞൊരു റേറ്റാണ്. അപ്പോൾ അവിടെ നിന്ന് അവർ നമ്മളെ വേറൊരു വീട് കാണിക്കാൻ കൊണ്ടുപോവാണ്. ആ വീടിൻ്റെ ഓണറാണ് കേട്ടോ. അതെ, ആ പിങ്ക് ജാക്കറ്റ് ഇട്ട് നിൽക്കുന്ന ആൾ. നമ്മുടെ കൂടെ കൊണ്ടുവന്ന് പുതുങ്സാൻ എന്ന് പറയുന്നത് ഏജൻസിയാണ്. അവിടുത്തെ ഏജൻറ്റുകളാണ് നമ്മളെ കൊണ്ടുവന്ന് എല്ലാ വീടുകളും കാണിച്ചു തരുന്നത്. അപ്പം ഈ ഏരിയകൾ എന്ന് പറയുന്നത് വീടുകളുള്ളതെല്ലാം ഇതുപോലെ അടുപ്പിച്ച് ബിൽഡിംഗ് ആയിരിക്കും. അതുപോലെ പാർക്കിംഗ് ഇതുപോലെയുള്ള ബിൽഡിങ്ങുകളുടെ അടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പാർക്കിംഗ് വളരെ കുറവായിരിക്കും. ഈ ബിൽഡിംഗ് കണ്ടിട്ട് കുറച്ചധികം പഴക്കമുള്ള ബിൽഡിംഗാണ്. ഇപ്പം ഇവിടെയെല്ലാം പുതിയ ബിൽഡിങ്ങുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം. നാട്ടിൽ നിന്ന് PhDക്കോ പോസ്റ്റ് ഡോക്ടറിനൊക്കെ വന്നിട്ട് ക്യാമ്പസിനകത്തുള്ള ഡോർമെറ്ററി യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരെ ഇതുപോലെയുള്ള സിംഗിൾ റൂമുകളാണ് പൊതുവെ എടുക്കാറ് കേട്ടോ. നേരെ തന്നെ കാണുന്നത് ബാത്റൂമാണ്. ഇവിടെ മിക്ക വീടുകളിലും കയറി ചെല്ലുമ്പോൾ ബാത്റൂമോ അല്ലെങ്കിൽ അടുക്കളയാണ് ഉണ്ടാവുക. അപ്പുറം ഒരു വാതിലുള്ളത് ബോയിലറാണ് അവിടെ ഉള്ളത്. അതായത് ഇവിടെ തണുപ്പുള്ള രാജ്യമായതുകൊണ്ട് ഹീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പഴയ ബാത്റൂമാണ് കേട്ടോ.
കിച്ചൺ അവർ റീസെൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. അത് അങ്ങനെയുള്ള കിച്ചണിലാണ് ഇവിടെ തന്നെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടാവും. റെഫ്രിജറേറ്റർ. ഇതിൽ ബെഡ്റൂമിന് പ്രത്യേകിച്ച് സെപ്പറേഷനൊന്നുമില്ല, എല്ലാം ഒരു സ്ഥലത്ത് തന്നെയാണ്, ഒരു ചെറിയ ഏരിയയിൽ തന്നെയാണ് ഉള്ളത്. ഇതാണ് ഹീറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്വിച്ച്. അപ്പം ഈ ലേഡിയുടെ തന്നെ വേറൊരു വീടും കൂടി ഉണ്ട്, തൊട്ടപ്പുറത്ത് തന്നെ ഒരു റൂമും കൂടി ഉണ്ട്, അതും കൂടി കണ്ടോളാൻ പറഞ്ഞു. ഇതാണ് ആ റൂം. അതും സെയിം തന്നെയാണ്. ഒരു സൈഡിൽ ബെഡും മറ്റു ഫെസിലിറ്റീസും സൈഡിൽ തന്നെയാണുള്ളത്, സെപ്പറേഷനൊന്നുമില്ല. അപ്പം ഇങ്ങനെ സ്റ്റുഡിയോ ഫ്ലാറ്റ് എടുക്കുമ്പോൾ ഇതെല്ലാം ഫ്രിഡ്ജ്, മൈക്രോവേവ്, ബെഡ്, സ്റ്റവ് എല്ലാം അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. ഈ വീടിന് ഇത്രയും സെപ്പറേഷനൊന്നും ഇല്ലാണ്ട് കൂടി റെൻറ്റ് കൂടുതലാണ്. 2 ലക്ഷം രൂപ ഡെപ്പോസിറ്റും കൊടുക്കണം, കൂടാതെ മാസം ഏകദേശം 22,000 രൂപ വാടകയാണ്. ഇത് കണ്ടിട്ട് അത്ര പുതിയ ബിൽഡിങ്ങും അല്ല. പിന്നെ ഇതുപോലെ പുറത്തുള്ളത് വിൻഡ്രായ കാരണമാണ് ഇങ്ങനെ കിടക്കുന്നത്. ചിലപ്പോൾ ചെടികളൊക്കെ വെക്കാറുണ്ടാവും. പിന്നെ അവിടെ വാഷ് ചെയ്തിട്ട് നമുക്ക് ബാൽക്കണി ഒന്നുമില്ല, അവിടെ തന്നെ ആ സൈഡിൽ തന്നെ ഉണക്കാനായിട്ട് ഇടേണ്ടി വരും. ഇത് പുതിയ ബിൽഡിങ്ങുകളാണ്, ഇവിടെയൊക്കെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാ ബിൽഡിങ്ങും പൊളിച്ച് പണിതുകൊണ്ടിരിക്കുകയാണെന്നാണ് അവർ പറഞ്ഞത്. പുതിയ ബിൽഡിംഗ് ഒന്നുമല്ല ഇത്. ഈ സെയിം എമൗണ്ട് ആണോ? കുറച്ചുകൂടി പുതിയൊരു ബിൽഡിങ് കാണിക്കാൻ പറഞ്ഞുകൊണ്ട് കുറച്ച് പുതിയൊരു ബിൽഡിങ്ങിലേക്ക് കൊണ്ടുപോയതാണ്. അത്ര പുതിയതൊന്നുമല്ല, ഉള്ളിൽ റിനോവേഷൻ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് 4 ലക്ഷം ഡെപ്പോസിറ്റ് 5 ലക്ഷം. നേരത്തെ 5 ലക്ഷം 50,000. പത്തിട്ട് വിടുന്നേ, ഞാൻ ഇറങ്ങിയിട്ട് പറയാം റൈറ്റ് കേട്ടാ. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ അതിങ്ങനെ ബാത്റൂമാണ്, അങ്ങനെ ഗ്ലാസ് ഡോറാണ്. ബാത്റൂമിൻ്റെ തൊട്ടപ്പുറത്ത് കിച്ചണുമാണ് കേട്ടോ. ബാത്റൂമിൻ്റെ അതിലത്തെ മിററിൽ കാണുന്നതാണത്, ഇതാണ് കിച്ചൺ. ഇത്രയും അടുത്താണ്. സ്റ്റുഡിയോ ഫ്ലാറ്റിലെല്ലാം അങ്ങനെ തന്നെയാവും. ഇതിൻ്റെ അകത്ത് ബെഡിന് കുറച്ച് വലുപ്പമുണ്ട്, ഒരു ഡബിൾ കോട്ട് ബെഡ് പോലെ ഉണ്ട്. പിന്നെ ഈ സൈഡിൽ സ്റ്റഡി ടേബിളും കുറച്ചൊരു സ്റ്റോറേജ് സ്പേസും ഇപ്പുറം ഒരു വാർഡ്രോബും ഉണ്ട്. അത്രയാണ് ഫെസിലിറ്റി. എന്നിട്ട് ഇതിൻ്റെ റെൻറ്റ് നല്ല കൂടുതലാണ് പറയുന്നത്. കുറച്ചൊരു പുതിയ റിനോവേറ്റ് ചെയ്ത ബിൽഡിംഗ് ആയതുകൊണ്ടാണ് അത്രയും റെൻറ്റ് പറയുന്നത്. ഈ വീടിന് 3,20,000 രൂപ ഡെപ്പോസിറ്റ് കൊടുക്കണം, ഏകദേശം 26,000 രൂപ മാസവാടകയും കൊടുക്കണം. അത്രയധികം ഫെസിലിറ്റി ഒന്നുമില്ല. ഈ ബിൽഡിങ്ങിൻ്റെ അകം ഒന്ന് ചെറുതായിട്ട് റിനോവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം, വലിയ വ്യത്യാസമൊന്നും നേരത്തെ കണ്ടതെന്ന് തോന്നിയില്ല. അപ്പോൾ അതുപോലെയുള്ള സെയിം ആ ബിൽഡിങ്ങിൽ തന്നെയുള്ള ഒരു റൂം കൂടി കാണിച്ചു. ദേ ഇവിടെ ഈ റൂമിനകത്തും സെപ്പറേഷനൊന്നുമില്ല. ഈ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു കിച്ചണുണ്ട്. പിന്നെ ബെഡ് ഉള്ളത് ഒരു ബങ്ക് ബെഡ് പോലെയാണ്. ബാത്റൂം ഇത്തിരി നീങ്ങിയിട്ടാണ്. അതിന് താഴെ കാണുന്നത് സ്റ്റഡി ടേബിളാണ്, അത് നമുക്ക് ഇതിങ്ങോട്ട് നീക്കിയിടാം. ഇതിനും ആ റേഞ്ച് തന്നെയാണ് പറയുന്നത്. 25,000 രൂപ നമുക്ക് വാടകയും കൊടുക്കണം, 3 ലക്ഷത്തോളം ഡെപ്പോസിറ്റും. പിന്നെ ഇവിടെ ജസ്റ്റ് ഒരു ഷൂറാക്ക് പോലെ ഒരെണ്ണമുണ്ട്, വേറെ വ്യത്യാസമൊന്നുമില്ല. ചെറുതായിട്ടൊരു പുതിയ ബിൽഡിംഗ് ആണ്, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇപ്പം കണ്ട ഈ വീടുകൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ആദ്യം കണ്ട വീടാണ് ബെറ്റർ ആയിട്ട് തോന്നിയത്. അതിലൊരു സെപ്പറേഷനും ഉണ്ട്, വാടകയും കുറവാണ്. അപ്പോൾ ഇന്ന് ഈ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഇതുപോലെ 7-Eleven എന്ന് പറയുന്ന ഒരു കൺവീനിയൻസ് സ്റ്റോർ ഉണ്ട്. അതായത് അത്യാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. രാവിലെ 7 മണി തൊട്ടിട്ട് രാത്രി 11 മണി വരെ ഉണ്ടാവും. അതുപോലെ തന്നെ GS25 എന്ന് പറയുന്ന കൺവീനിയൻസ് സ്റ്റോറും എല്ലായിടത്തും കാണും. അതെല്ലാം 24 hours വർക്ക് ചെയ്യുന്നതാണ്. അപ്പം നമുക്കങ്ങനെ രാത്രിയിൽ വരാനുള്ളൊരു സെക്യൂരിറ്റിയുടെ പേടിയോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. വീടുകളുള്ളടത്ത് ഇതുപോലെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഫ്ലാറ്റുകളും വീടുകളും തന്നെ ആയിരിക്കും. ഇത് സെൽഫ് ലോണ്ടറി ഷോപ്പാണ്. നമുക്ക് തുണികൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് കോയിൻ ഇട്ടിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും. അടുത്തൊക്കെ ഒത്തിരി റെസ്റ്റോറൻറ്റ്സും പിസ്സ ഷോപ്പുകളൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ചുകൂടെ പുതിയ ബിൽഡിങ്, കുറച്ചും കൂടി ഫെസിലിറ്റി ഉള്ള ബിൽഡിങ് കാണിക്കാൻ പറഞ്ഞിട്ട് പിന്നെയും പോവുകയാണ് പുതിയത് കാണാൻ. അപ്പോൾ ഇവിടെ തൊട്ടടുത്താണ് യൂണിവേഴ്സിറ്റി, 5 മിനിറ്റിൻ്റെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇത് കുറച്ച് പുതിയ ബിൽഡിങ്ങാണ്. മേ ബി ഒരു 2010 സമയം കഴിഞ്ഞതിന് ശേഷമുള്ള ബിൽഡിംഗ് ആയിരിക്കണം അത്. അങ്ങനെയുള്ള ബിൽഡിങ്ങുകളിൽ എലവേറ്റർ ഉണ്ടാവുക. പിന്നെ ഈ നേരെ കാണുന്നില്ലേ ഈ ബോക്സുകൾ, ഇതിലാണ് ലെറ്ററും ബില്ലൊക്കെ വരുന്നത്. നമ്മുടെ റൂം നമ്പറിനനുസരിച്ച് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. തേർഡ് ഫ്ലോറിലാണ് ഈ ബിൽഡിങ്ങിൻ്റെ. ഇത് ഉൾഭാഗം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കുറച്ച് പുതിയ ബിൽഡിംഗ് ആണ്, അതുകൊണ്ടാണ് എലവേറ്ററൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെ എല്ലാ റൂമുകൾക്കും നമ്പർ ലോക്കുകളായിരിക്കും. കീ ഉണ്ടാവും, പക്ഷേ കൂടുതൽ പേര് നമ്പർ ലോക്കായിരിക്കും യൂസ് ചെയ്യുക. ഇവിടെയും കയറി ചെല്ലുന്നിടത്ത് തന്നെയാണ് കിച്ചൺ ഉള്ളത്. അതിൻ്റെ താഴെ ഒരു വാഷിംഗ് മെഷീനും ഉണ്ട്. ഞാൻ അകത്തേക്ക് കിടന്നിട്ട് കുറച്ച് ക്ലിയർ ആയി കാണിച്ചു തരാം.
അപ്പോൾ ഇതാണ് കിച്ചൺ. ഇത്ര പുതിയ ബിൽഡിംഗ് ആയിട്ടും ഇത്രയൊക്കെ തന്നെ ഫെസിലിറ്റിയാണ് ഉണ്ടാവുള്ളൂ. ഈ അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ബാത്റൂം ഉണ്ട്. അതൊക്കെ കുറച്ചും കൂടി പുതിയതാണ്, കുറച്ചൊരു നീറ്റാണ്. മറ്റുള്ളതിൽ കണ്ടതിനേക്കാളും കുറച്ചും കൂടി നീറ്റായിട്ടുള്ള ബാത്റൂമും ബാക്കിയുള്ള ഫെസിലിറ്റീസും ആണ് ഉള്ളത് കേട്ടോ. ഇതൊരു സ്ലൈഡിങ് ഡോറാണ് ഈ റൂമിനുള്ളത്. സെപ്പറേഷൻ ഉണ്ട്. ഇതുപോലൊരു സ്ലൈഡിങ് ഡോറാണുള്ളത്. ഇപ്പോൾ തനിച്ച് വരുന്നവർക്ക് താമസിക്കാൻ ഈ റൂം തന്നെ ധാരാളമാണ്. കാരണം PhD പോസ്റ്റ് ഡോക്ടറിലൊക്കെ ചെയ്യാൻ വരുന്ന ആൾക്കാർ ഫുൾ ടൈം ക്യാമ്പസിലായിരിക്കും. ജസ്റ്റ് ഒന്ന് ഉറങ്ങാനും വീക്കെൻഡിൽ സൺഡേ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഈ ഒരു ബിൽഡിങ്ങിൽ കുറച്ചും കൂടി വെളിച്ചം കാണുന്നുണ്ട് കേട്ടോ. മറ്റേതൊക്കെ കുറച്ചും കൂടെ ജനലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങുമായിട്ട് ക്ലോസ് ആണ്. അപ്പോൾ ഇരുട്ടാണ് കുറച്ചും കൂടി ഉണ്ടാവുന്നത്. ഈ ജനലൊന്ന് നീക്കുമ്പം ഇപ്പം ഏകദേശം വിൻ്ററൊക്കെ കഴിഞ്ഞു തുടങ്ങി. ചെറിയ ബ്ലോസത്തിന് ടൈമായി കണ്ടോ, കുറച്ചിങ്ങനെ ഇലകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തു കേട്ടോ ഈ റൂമിൽ കിടന്നപ്പോൾ. അപ്പോൾ ക്യാമ്പസിലുള്ള ഡോർമെറ്ററി യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർ ഇതുപോലെ സിംഗിൾ റൂം എടുത്താണ് ഇവിടെ വരുമ്പോൾ താമസിക്കുക. അതുപോലെ ഷെയർ ചെയ്തിട്ട് വലിയ വീടുകൾ എടുക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ചിലർക്ക് സിംഗിളായിട്ട് തന്നെ വീട് വേണമെന്നുള്ളപ്പോൾ ഇതുപോലത്തെയാണ് അവർ യൂസ് ചെയ്യുക. ഈ വീടിനും നേരത്തെ കണ്ട പോലെ തന്നെയുള്ള റെൻറ്റും ഡെപ്പോസിറ്റും ആണ് പറഞ്ഞത്. ഈ എല്ലാ വീടുകൾക്കും ഇത് കൂടാതെ ഒരു 50,000 പോകണം. അതായത് $50 എക്സ്ട്രാ ഒരു മെയിൻ്റനൻസ് ഫീയും പിന്നെ ഇലക്ട്രിസിറ്റി ബില്ലും ഗ്യാസ് ബില്ലും വേറെ കൊടുക്കണം. ചിലയിടത്ത് ഇൻ്റർനെറ്റ് ഫീയും കൊടുക്കേണ്ടി വരും. ഈ സാംസങ് ടൗൺ എന്ന് പറയുന്ന ഈ ബിൽഡിങ്ങൊക്കെ കുറച്ച് നല്ല ബിൽഡിങ്ങുകളാണ്. അവിടെ ഫെസിലിറ്റീസ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ നല്ല റെൻറ്റും ഡെപ്പോസിറ്റും കൊടുക്കേണ്ടി വരും. ഇത് കുറച്ച് മലയാളികൾ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ PhD ചെയ്യാൻ വരുന്നവരൊക്കെ പിന്നെ അതുപോലെ ഇന്ത്യൻ സ്റ്റുഡൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഏരിയയിലും കൂടെ ഒരു വീട് കാണാമെന്ന് വെച്ചു. ഷബാസ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഇവിടെ കാണിച്ചു തരാമെന്ന് കൂടെ വന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഈ കൊറിയയിലുള്ള സിംഗിളായിട്ടുള്ള റൂമുകൾ. നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പഠിക്കാൻ വരുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വീടുകളാണ് ഇതെല്ലാം. കുറേ കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇവിടെ റെൻ്റ് റേറ്റ്, താമസം എങ്ങനെയായിരിക്കും, ഞങ്ങൾ പഠിക്കാൻ വന്നു കഴിഞ്ഞാലുള്ള വീടുകളൊക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാനപ്പോൾ കുറച്ച് നാളായി വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ചെയ്യുമ്പോൾ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഈ വീട് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. ഇതാണ് വീട്. ആ വീടിൻ്റെ ഓണറാണ് നിൽക്കുന്നത്. ഇവിടെ ഇതൊക്കെ ഉണ്ടല്ലോ, ചെറിയൊരു ബാൽക്കണി പോലെയൊക്കെ. അപ്പം വേറെ വീടുകളിൽ കാണാത്തൊരു സ്പെഷ്യാലിറ്റി കണ്ടത് ഇതിൻ്റെ അകത്ത് ബാൽക്കണി ഉണ്ട്. ബാൽക്കണി പൊതുവെ വീടുകളിൽ ഉണ്ടാവാറില്ല. ഡ്രസ്സൊക്കെ വാഷ് ചെയ്താൽ ഇടാനായിട്ടൊരു ഏരിയ ഉണ്ട്. ഇതാ കണ്ടോ. അപ്പോൾ അവിടെയാണ് ഒരു വാഷിംഗ് മെഷീൻ ഇട്ടിരിക്കുന്നത്. പിന്നെ ബെഡ് അതുപോലെ ഇല്ലാത്ത ഫെസിലിറ്റീസ് മൈക്രോവേവ് കൂടി ഇല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ എക്സ്ട്രാ വെച്ച് തരും. മെയിനായിട്ടൊരു കുഴപ്പമുള്ളത് ഗ്യാസ് ഇല്ല ഇവിടെ. അതുപോലെ ഇൻ്റർനെറ്റ് കണക്ഷനും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം അത് നമുക്ക് പറ്റില്ല എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ ഈ വീട് എന്തായാലും നമ്മൾ എടുക്കുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ബാൽക്കണിയുള്ള ഒരു സൗകര്യം ഉണ്ടെന്ന് മാത്രം. ഇന്റർനെറ്റ് ഇല്ല കേട്ടോ. ബാക്കി അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും പതിവുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതാണ് സംയുക്ത യൂണിവേഴ്സിറ്റി. അതിന് വളരെ അടുത്താണ് നമ്മളിപ്പോൾ കണ്ട വീടുകളെല്ലാം. അപ്പം ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബായ്.